സാധാരണ ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനൽ എടുക്കുകയാണെങ്കിൽ യൂട്യൂബുകളിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ ഒരു വമ്പൻ മേള തന്നെ നടക്കും. എന്നാൽ ഇന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത്തവണ മത്സരാർത്ഥികളുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളല്ല, അതിൽ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് മുൻ സീസണുകളിലെ ആരെയൊക്കെയാണ് നമുക്ക് ഇത്തവണ ജഡ്ജസ് ആയിട്ട് വരാൻ പോകുന്നത്. അതും അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സീസൺ എക്സ്പീരിയൻസ് ആണ്. അതുവരെ അതായത് നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനൊരു ഷോ അത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ബിഗ് ബോസ് മലയാളത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ ബിഗ് ബോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും ബിഗ് ബോസ് ഇത്രയും സക്സസ്ഫുൾ ആയ സ്ഥിതിക്ക് അഗ്നിപരീക്ഷയുടെ ഈ ഒരു ഫസ്റ്റ് സീസൺ എങ്ങനെയായിരിക്കും എന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ ഈ വീഡിയോ കാണുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയല്ലേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കാം. ഇത് വെറുതെ ഒരു പ്രീ ഷോ അല്ല. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 8 മുന്നോടിയായിട്ട് അഗ്നിപരീക്ഷ എന്ന പേരിൽ ഒരു ഷോ വരികയാണ്. ഇത് ആദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസിൽ ഇങ്ങനൊരു ഫോർമാറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ എവിടുന്നാണ് ഇങ്ങനൊരു ഐഡിയ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കഴിഞ്ഞു. തെലുങ്ക് ബിഗ് ബോസിൽ നിന്നിട്ടാണ് ഇങ്ങനെ ഒരു അഗ്നിപരീക്ഷ വരുന്നത്. അവിടെ ആദ്യമായിട്ട് അഗ്നിപരീക്ഷ ഫോർമാറ്റ് ചെയ്തിരുന്നത് 15 എപ്പിസോഡുകൾ ഉണ്ടായിരുന്ന, അതിൽ മത്സരാർത്ഥികൾക്ക് പലതരം ടാസ്കുകളൊക്കെ കൊടുത്തിരുന്നു. അതിന്റെ ജഡ്ജസ് ആയിട്ട് ആ ഒരു സീസണിൽ വന്നത് മുൻ സീസണുകളിലെ വിന്നേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് മലയാളം ബിഗ് ബോസിലും കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ഞാൻ അത്രയും ഉറപ്പായിട്ട് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, മലയാളത്തിൽ വന്നപ്പോൾ പേരിനകത്ത് പോലും മാറ്റം വന്നില്ല. അതായത് തെലുഗു ബിഗ് ബോസിന്റെ പേരാണ് അഗ്നിപരീക്ഷ. ആ അഗ്നിപരീക്ഷ എന്നുള്ള പേര് തന്നെയാണ് മലയാളത്തിലും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അപേക്ഷിക്കാനുള്ള തീയതിയൊക്കെ ജൂൺ 15 കഴിഞ്ഞു. ഇപ്പോൾ അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞു, സെക്കൻഡ് ഓഡിഷൻ കഴിഞ്ഞു. ഇനി ഏകദേശം ഇന്നിപ്പോൾ മോർണിംഗിൽ ഏഷ്യാനെറ്റ് വീണ്ടും ആ ഒരു ലോഗോയുടെ വീഡിയോ കാണിച്ചിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉടൻ വരുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ബിഗ് ബോസിന്റെ ആ ഒരു അഗ്നിപരീക്ഷയുടെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് അഗ്നിപരീക്ഷയുടെ നമുക്ക് നേരിട്ട് ഹോട്ട്സ്റ്റാറിലൂടെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ചാനലിലൂടെയോ ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടസ്റ്റൻസിന്റെ വിഭാഗത്തില് നിരവധി പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ സ്ഥിരം ഞാൻ ആ കമന്റ്സ് കാണാറുണ്ട്. ഒരുപാട് പേർക്ക് ഈ അപേക്ഷിച്ചു എങ്കിലും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അടുത്ത വർഷം ഇനിയും ചാൻസ് ഉണ്ട്. ഇതിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം ഇനിയുമുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു ട്വിസ്റ്റ് വരാൻ പോവുകയാണ്. ഈ അഗ്നിപരീക്ഷയുടെ ജഡ്ജസ് ആയിട്ട് ആരൊക്കെയാണ് വരും, ആരൊക്കെ വരും എന്നുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയൊരു ചൂടേറിയ ചർച്ചയാണ്. ബിഗ് ബോസ് ആരാധകരുണ്ടാക്കിയ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒഫീഷ്യൽ ലിസ്റ്റ് ഒന്നും അല്ല, ഇത് ഫാൻസ് ഉണ്ടാക്കിയ ഒരു ഊഹാപോഹമാണ്. പക്ഷെ ലിസ്റ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടി. ഇവരൊക്കെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മത്സരിക്കുന്ന ഈ സാധാരണക്കാരുടെ ഒരു ഗതികേട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇത് നിസ്സാര ഒരു ഷോ ആയിരിക്കത്തില്ല. പിന്നെ അത് മാത്രമല്ല, മോഹൻലാലിനെ ഈ അഗ്നിപരീക്ഷയിൽ കാണാൻ സാധിക്കുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് തെലുഗു ബിഗ് ബോസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ മലയാളത്തിന് ഇനി എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് ചിലപ്പോൾ വല്ല വീഡിയോ കോളിലൂടെയൊക്കെ ലാലേട്ടന്റെ ഒരു ഫേസ് നമുക്ക് ആ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി ജഡ്ജസിന്റെ ആ ഒരു പ്രഡിക്ഷൻ, ആ ബിഗ് ലിസ്റ്റിലേക്ക് വരാം. ഇവരെല്ലാവരും തന്നെ മുൻ സീസണുകളിലെ ടോപ്പ് 5 എത്തിയിട്ടുള്ളവരാണ്. അതാണ് ജഡ്ജസ് ആയി വരാൻ സാധ്യതയുള്ളവരുടെ കോമൺ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് നോക്കാം. സാബുമോൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കും ഉറപ്പുള്ള ഒരു പേരാണ്. കാരണം ഒട്ടുമിക്ക എല്ലാ റിയാലിറ്റി ഷോയിലും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാബുമോൻ എന്ന് പറയുന്നത്. മിടുക്കി എന്ന് പറയുന്ന മഴവിൽ മനോരമ ഷോയില് സാബുമോന്റെ ആ ഒരു ജഡ്ജസ് എന്ന നിലയിൽ തന്നെ ഒരുപാട് പേരെ വെള്ളം കുടിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഒരു വല്ലാത്ത മുതലാണ്. എന്തായാലും ശരി, ഏഷ്യാനെറ്റിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു റീസൺ കഴിഞ്ഞ സീസണില് ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് സാബുമോൻ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നൊരു ടാസ്ക് ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അഗ്നിപരീക്ഷയിലേക്ക് സാബുമോൻ വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പിന്നെ ശ്വേതാ മേനോൻ, ഈ പേരിനോട് എനിക്ക് ഇത്ര താല്പര്യത്തോടെ പറയാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ AMMയുടെ സംഘടനാ തല്ല് നടക്കുന്ന ആ ഒരു സമയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ചുറ്റിപ്പറ്റി ഈ ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞൊരു പേരിൽ നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു മത്സരാർത്ഥികളുടെ മുന്നിലേക്ക് ഈ പറയുന്ന ശ്വേതാ മേനോൻ വരികയാണെങ്കിൽ അത്ര ബഹുമാനം ഉണ്ടാകുമോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ട്. കാരണം ജഡ്ജായിട്ടാണല്ലോ വരുന്നത്. പിന്നെ അഖിൽ മാരാർ, അത് ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്.
എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം പേഴ്സണലി എനിക്ക് അഖിൽ മാരാറിന്റെ ക്യാരക്ടറിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. കുറച്ച് ഓവറായിട്ട് സ്ത്രീവിരുദ്ധതയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ആൾക്ക് ബോധമില്ല എന്നല്ല, അഖിൽ മാരാറിന് നല്ല ബോധമുണ്ട്. പക്ഷേ റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. എങ്കിലും ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ബിഗ് ബോസിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു പേരാണ് അഖിൽ മാരാറിൻ്റെത്. ഇനി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം വെച്ചാൽ അഖിൽ മാരാറിനെ ഈ ഒരു ഏഷ്യാനെറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അഖിൽ മാരാരെ പോലെ നിലപാടൊന്നും ഇല്ലാത്ത പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയുന്ന ഒരാളുണ്ടെങ്കിൽ മത്സരാർത്ഥികളുമായിട്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, അഖിൽ മാരാർ അത്ര നെഗറ്റീവായിട്ട് പോകത്തുമില്ല. ഇപ്പൊ ലാസ്റ്റ് BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ അഖിൽ മാരാർ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു റീച്ച് ബിഗ് ബോസിനും കിട്ടും, അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ആ ഒരു ഷോയ്ക്കും കിട്ടും. സോ അഖിൽ മാരാർ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ദിൽഷ ഈ സീസണിൽ വരാൻ നല്ല അർഹതയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ദിൽഷ പ്രസന്നൻ. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ബിഗ് ബോസ് ലേഡി വിന്നർ കൂടിയായിരുന്നു ദിൽഷ. സോ വേറെ ഒരു നെഗറ്റീവും ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയാനൊന്നുമില്ല. നമുക്കതുകൊണ്ട് തന്നെ ദിൽഷ പ്രസന്നൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, കഴിഞ്ഞ സീസൺ ഒരുപാട് സ്നേഹപൂർവ്വം ഒപ്പം ഒരുപാട് വിമർശനങ്ങളും ഒക്കെ വാരിക്കൂട്ടിയ ഒരാളാണ് മറ്റാരുമല്ല അനുമോൾ. അനുമോൾ വരണമെന്ന് കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ ജഡ്ജായി വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് സീസൺ വിന്നർ എന്ന ടാഗിലാണ് അനുമോളിനെ എല്ലാവരും പറയുന്നത് എങ്കിൽ അവിടെ അനീഷ് ഉണ്ടായിരുന്നു. അനീഷിനൊരു പ്രത്യേകതയുണ്ട്. അനീഷ് ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. അതിനോടൊപ്പം തന്നെ അനീഷിന്റെ ഏറ്റവും വലിയ ഈ ഒരു പ്രോസസ്സിൽ അനീഷിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അനീഷ് ഒരു കോമണർ ആയിരുന്നു. അനീഷ് കോമണർ ആയിട്ട് ഫസ്റ്റ് റണ്ണറപ്പ് ആയതുകൊണ്ട് തന്നെ അനീഷ് വരുന്ന സ്ഥിതിക്ക് അനുമോളെ കൂടി ഈ ഒരു സീസണിൽ ഇടത്തില്ലായിരിക്കാം. മേ ബി നെക്സ്റ്റ് സീസണിലൊക്കെ നമുക്ക് ജഡ്ജായിട്ട് അനുമോളെ പ്രതീക്ഷിക്കാം. അപ്പോൾ അനീഷ് ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഇവിടെ ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ഇനി രജിത് കുമാറിന്റെ പേര് അത്ര വൈറലൊന്നും ആവുന്നില്ല എങ്കിൽ കൂടിയും രജിത് കുമാർ ഇപ്പോഴും ബിഗ് ബോസ് സീസണിലൂടെ വന്ന് ഒരുപാട് പേരുടെ ഇടയിൽ ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. പക്ഷേ അത്രയ്ക്ക് വലിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിത്ത് ഇപ്പോൾ കുറച്ച് സൈലന്റ് ആണ്. എന്നാലും ഈ പറയുന്ന ബിഗ് ബോസ് ജഡ്ജായിട്ട് വരാൻ രജിത് കുമാറിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വലിയൊരു ഹൈപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മേ ബി ഒരുപാട് പേരുടെ ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം ആ പേര് ഇതിനകത്ത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി പേളി മാണി, കോമണേഴ്സിനെ ജഡ്ജ് ചെയ്യാൻ പേളി മാണിക്ക് നല്ലൊരു ജഡ്ജായിട്ട് ഇരിക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കഴിവുണ്ട്. മാത്രമല്ല പേളി മാണി എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ മലയാളത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു ചരിത്രത്തിൽ തന്നെ ഒരു ക്ലാസ് ലെവൽ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് ബിഗ് ബോസിലെ പ്രണയം അത് പേളി മാണിയെ പോലെ ആയിരിക്കണം എന്നാണ് ഇന്നും മലയാളി ഓഡിയൻസ് പറയുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും പേളിക്ക് ഒരു ചാൻസ് ഉണ്ട്. ഇനി ശോഭ വിശ്വനാഥ്, ശോഭയ്ക്കും നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ബിഗ് ബോസിലെ ലാസ്റ്റ് സീസണിൽ ജഡ്ജായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് ലാസ്റ്റ് സീസണിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടാസ്ക് ചെയ്യാനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് ശോഭയുടെ ഒരു പ്രസൻസും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഷിയാസ്, അതായത് ഷിയാസിനെ എക്സ്പെക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കോൺട്രോവേഴ്സി ഇപ്പൊ ഷിയാസിനെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിയാസ് ജഡ്ജായിട്ടൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ കോൺട്രോവേഴ്സി ഒക്കെ വീണ്ടും അവിടെ ടോക്ക് ആവുമോ അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഷിയാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ കഴിയത്തില്ല. പിന്നെ ഷിയാസ് ആണെങ്കിലും ഈ പറഞ്ഞതൊക്കെ ഒരു ജഡ്ജായിട്ടൊന്നും മറ്റു ഷോയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ പറയേണ്ട പേരെന്ന് പറയുന്നത് ജാസ്മിൻ ആൻഡ് ഗബ്രി, രണ്ടുപേരുടെയും കോംബോയാണ് അഗ്നിപരീക്ഷാ വേദിയിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ആങ്കറിങ് സൈഡിലോട്ട് വന്നാൽ നന്നായിരിക്കും. അതായത് ഗബ്രിയും ജാസ്മിനും ഒന്നിച്ച് ആങ്കറായിട്ട് വന്നാൽ നല്ലതായിരിക്കും. അവർ തമ്മിലൊരു കോംബോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഓർഡിനറി ക്യാരക്ടേഴ്സ്, അതായത് ഗബ്രിയും ജാസ്മിനും ഒന്നും വലിയ ഫെമിലിയർ ഫേസ് ആയിട്ടല്ല ബിഗ് ബോസിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ടോക്ക് ചെയ്യാനൊക്കെ നല്ല കഴിവുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ജഡ്ജായിട്ട് വരാനുള്ള പക്വതയൊന്നും രണ്ടാൾക്കും ആയിട്ടില്ല. ഇൻ ഫ്യൂച്ചർ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് റിയാസ് സലീം. ആരും മറന്നിട്ടുണ്ടാവത്തില്ല റിയാസ് സലീമിന്റെ പേര്. ഇത് മിക്കവാറും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ കണ്ണിങ് ആയിട്ട് കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണാനും അത് പ്രസന്റ് ചെയ്യാനും ഒക്കെ റിയാസിന് നല്ല മിടുക്കാണ്. സോ അത്തരത്തില് നമ്മുടെ റെനീഷ റഹ്മാന്റെ പേരും ആൾക്കാർ പറയുന്നുണ്ട്. അതായത് റിയാസ്, റെനീഷ ഇവരുടെ ഒരു ടീം. പക്ഷെ ഈ ഒരു സീസണിൽ ഫസ്റ്റ് അഗ്നിപരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ കൊണ്ടുവന്ന് ഇവരെയൊക്കെ ആദ്യമേ പ്ലേസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. പിന്നെ അങ്ങോട്ട് പറയാനാണെങ്കിൽ റോബിൻ രാധാകൃഷ്ണന്റെ പേര് ആരും പറഞ്ഞ് ഞാൻ കണ്ടില്ല.
സാധാരണ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊരു കാര്യം വരികയാണെങ്കിലും റോബിന്റെ പേര് എല്ലാവരും വിളിച്ചു പോകുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ റോബിന്റെ പേര് ആരും പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് റോബിനെ ആൾക്കാർ മറന്നുപോയോ, അതോ റോബിനെ ഒരു ജഡ്ജായിട്ട് കാണാനുള്ള ആ ഒരു ലെവലിലൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ലേ? ഏതായാലും ഇത്രയും പേര് ഒരുമിച്ച് ജഡ്ജസ് ആയിട്ട് വരാനൊന്നും പോകുന്നില്ല, അത് ഉറപ്പാണ്. എന്നാൽ ഈ ഒരു പ്രഡിക്ഷനിൽ നിന്ന് ഒരാൾ പോലും മാറി നിൽക്കുന്നില്ല. ആര് വേണമെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ലിസ്റ്റിന് പുറത്തു നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ആൾക്കാർ വരുന്നത്. ഇത് തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായി വന്നത് പോലും. പക്ഷേ ഈ പേരുകളിൽ ഓരോന്നും ബിഗ് ബോസ് മലയാളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാൻസ് ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇവരെ ഉൾപ്പെടുത്തിയതും ഈ ഒരു ഉറപ്പുണ്ടായതുകൊണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും അത് വഴിയേ തന്നെ അറിയാം. കാരണം ഇനി ആകെ കൂടി ഒരു മാസം കൂടി തികച്ചില്ല. ഇനി ജഡ്ജസ് മാത്രമല്ല, ഹോസ്റ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി ഗബ്രി ആൻഡ് ജാസ്മിന്റെ കേസ് പറഞ്ഞു. അതേപോലത്തെ ഒരു ഹോസ്റ്റ് ആയിട്ട് രഞ്ജിനി ഹരിദാസിനെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. രഞ്ജിനി ഒരു ആങ്കർ ആയിട്ട് ഇതിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഒരു 90% നമുക്ക് പറയാം. കാരണം ഇത് ഫസ്റ്റ് അഗ്നി പരീക്ഷയാണ്. സീസൺ 8 മുന്നോടിയായി തന്നെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ ജഡ്ജസ് മാത്രമല്ല ഹോസ്റ്റും അടിപൊളിയായിരിക്കണം. അതുകൊണ്ട് തന്നെ രഞ്ജിനിയെ നമുക്ക് അവിടെയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ഫേവറേറ്റ് ജഡ്ജ് ആരാണ്? ഇവരിൽ ആരാണ് ജഡ്ജായിട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെന്തായാലും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.